കച്ചള കെട്ടിയ മലയാളി പെണ്ണാണ്. അടുക്കളയില് അടിപൊളി കിച്ചൺ ഗാഡ്ജറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടാ. എന്നിട്ട് താണ്ട് ഇതിന്റെ ഇടയ്ക്കൊരു മോഡും കൂടെ ഉണ്ട്. 3 മോഡാ. ഇത് 3ാമത്തെ മോഡ്. അതായത് ഷവറും വോൾസും കൂടെ വരും. അതുകൊണ്ടല്ലേ അവളവിടെ കിടന്ന് ആങ്കാരം കാണിക്കുന്നു. നോക്കി പെണ്ണെ സിങ്ക് ഇതാണ്ട് ഇത് അടച്ച് പാചകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് എല്ലാം ഇവിടെ വെക്കും. അപ്പൊ അങ്ങനെ അവിടെ ഒരു കബോർഡ് ഉണ്ടെന്നുള്ള അറിയത്തില്ല. എന്താ എന്താ ഉണ്ടാക്കുന്നേ? ഐറ്റം എന്തുവാ? ഐറ്റം എന്തുവാ മോളെ? ചെറിയമാമൻ എന്ത് ചെയ്താ? ട്യൂണയൊക്കെ വന്ന് നോക്കുന്നു. ഞങ്ങളുടെ അടുക്കളയുടെ ഉദ്ഘാടനം കഴിഞ്ഞ കേട്ടോ. അടുക്കള കാണിക്കണോടെ? കാണിക്കാം ഞാൻ അകത്തോട്ട് വരാം. എന്താ എല്ലാരും കൂടെ ഇവിടെ വന്ന് നോക്കുവാ. എന്തോ അടുക്കളയില് തീർന്നു പോയെന്നോ? ദാ വന്ന് ടെസ വന്ന് ടെസ എന്താ കല്ലും വന്നു മോളെ കാണാൻ. അച്ഛൻ അകത്ത് വരാം. ഞങ്ങൾ അടുക്കള കാണിക്കാവേ. വേണ്ടതാ ഞങ്ങളുടെ പുതിയ കിച്ചൺ ഇതാന്നേ. എന്താ മോളെ? എടാ പുതിയ കിച്ചനെ കുറിച്ചിട്ട് എനിക്കൊന്നും പറയാൻ അറിഞ്ഞൂടാ. ഇയാളെ പറഞ്ഞോ. ഇത് മാധവ് പറഞ്ഞു കൊടുത്ത ഡിസൈൻ ചെയ്യിച്ച കിച്ചണാ കേട്ടോ. നോക്കട്ടെ മൊത്തത്തിലൊന്ന് കാണിക്കാൻ പറ്റുമോ നോക്കട്ടെ. ഏതാണ്ട് അടിപൊളി കിച്ചൺ ഗാഡ്ജറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടാ. എന്തൊക്കെ ഉണ്ടേ പുതിയ ഐറ്റംസ്? വേണ്ടത് ഞങ്ങളുടെ സിങ്ക്. സിങ്ക് നമ്മുടെ സിങ്ക്. സിങ്കിനകത്ത് ഇത് ഞാൻ പറഞ്ഞുതരാം. ഇത് ഞങ്ങള് ടാപ്പ് കടയിൽ നിന്ന് വാങ്ങിച്ചതാ. ഈ ടാപ്പ് ഇതിന് ഏകദേശം എത്ര 1500 രൂപ. പിന്നെ താണ്ട് ഇതിന്റെ ഇത് വെച്ചേക്കുന്ന ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാ കേട്ടോ. പിന്നെ എത്ര രൂപയായിരുന്നെ? 230 എങ്ങാണ്ടേ ഉള്ളു കേട്ടോ. അത് സാധനം സൂപ്പറാ. അതാണ്ടത് ഇങ്ങനെ മൂന്ന് ഇതുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. വേണ്ടതാ ഇങ്ങനെ താണ്ട് ഇത് ഷവർ പോലെ. പിന്നെ താണ്ട ഇത് ഫോഴ്സിലുള്ളത്. ഇതാണ്ട് എങ്ങനെല്ലാം തിരിക്കാവുന്നതാ കേട്ടോ. അതാണ്ട് ഇത് കണ്ടോ. എന്നിട്ട് താണ്ട് ഇതിന്റെ ഇടയ്ക്കൊരു മോഡും കൂടെ ഉണ്ട്. 3 മോഡാ. ഇത് 3ാമത്തെ മോഡ്. അതായത് ഷവറും വോൾസും കൂടെ വരും. അങ്ങനെ 3 മോഡുണ്ട്. ഇതാണ്ട് ഇത് സിങ്ക്. പിന്നെ സിങ്ക് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചതിലൂടെ. ഇത് സിങ്ക്. പിന്നെ ഇത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാ. വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ കഴുകാനായിട്ട്. അതുപോലെ ലവൺ അവിടെ നിന്ന് കാണാൻ വീഴുവോ? പിന്നെ അതാണ്ട് ഇതെല്ലാം നമ്മൾ ഇവിടുന്ന് പറഞ്ഞ് ചെയ്യിച്ചതാ കേട്ടോ. അതാണ്ട് ഇങ്ങനെ ഇവിടുന്ന് വാഷ് ചെയ്തിട്ട് നേരെ മേപ്പോട്ട് ഇങ്ങനെ പറക്കി വെക്കാനായിട്ടാ അല്ലേ. അതാണ്ട് ഇതിന്റെ അടിയിൽ ഒരു ട്രേ ഒക്കെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ടല്ലേ അവൾ അവിടെ കിടന്ന് ആങ്കാരം കാണിച്ചു നോക്കി. ഈ പെണ്ണെ സിങ്ക് ഇതൊക്കെ ആമസോണിൽ ഇത് വെറും ഷോ. ഇതിനകത്തൊന്നും ഇലക്ട്രിക് കണക്ഷൻ ഒന്നും ഇല്ല. ഇതൊക്കെ ബാറ്ററി ആട്ടോ. ഇത് ആമസോണാ. പൂച്ചട്ടി ഇത് ആമസോണിൽ നിന്നാണോ? എടുക്കാൻ പറ്റുന്നില്ലയോ? അതാണ്ട് ഇത്രയാണ്. ഇത് ഇങ്ങനെ അടയ്ക്കുന്നത്. അതാണ്ട ഇത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാ. ഇതിന്റെയൊക്കെ ലിങ്ക് ഇട്ടേക്കാം അങ്ങോട്ട്. ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കാം. അതാണ്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പം താണ്ട വരും സോപ്പ്. ഇത് ഹാൻഡ് വാഷും അതേപോലെ പാത്രം കഴുകുന്നതും. ഇത് ആമസോണാണോ? എന്തൂടോ ആമസോൺകാർക്ക് എല്ലാ കാശും കൊടുത്തത്. ഇവിടുത്തെ കടയിലൊക്കെ പോയി വാങ്ങിച്ചൂടായിരുന്നോ? അല്ല ഇത് ഈ സ്റ്റാൻഡ് ആമസോണാണ്. സ്റ്റാൻഡും ഈ സാധനം എല്ലാം ഞാൻ നമ്മുടെ കടയിലെക്കാട്ടിലും ഒരുപാട് റേറ്റ് വ്യത്യാസമുണ്ട്. അതാ ഓഫർ ഉള്ളത്. അതാണ് എടുത്തോണ്ട് പോകുന്നത്. ഇതൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇത് ഈ അഴുക്കൊക്കെ തുടയ്ക്കുന്നതാ കേട്ടോ. സെയിം മെറ്റീരിയൽ സംഭവമാണ്. നമ്മള് ഇത് ഇല്ലേ നമ്മളെ ഡോഗ്സിനെയൊക്കെ കുളിപ്പിച്ചിട്ട് നമ്മള് എന്താണ് തുടയ്ക്കുന്ന ടവലില്ലേ, ആ മോഡല് കിച്ചന് വേണ്ടിയിട്ട്. ആ മെറ്റീരിയലിന്റെ തന്നെ കിച്ചന് വേണ്ടിയിട്ടുള്ളതാണ്. വെള്ളം നല്ലോണം പിടിക്കും. ഇത് സാധാ ടവല്. ഇതും ആമസോൺ അല്ലേ? ഇതും ആമസോൺ ആണ്. ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് തറയൊക്കെ തുടയ്ക്കുന്നല്ലേ, കൈ ഗ്ലൗസ് പോലെ കൈക്കകത്തിട്ടിട്ട്. എടി മോളെ അതോ എല്ലാരും കൂടെ വന്ന് നോക്കുന്നേ കാത്തു നോക്കതോ. എടി അവിടെ ഇവർക്ക് ഉണ്ടാക്കണേ. ഏതാണ്ടതാ ഇവർക്ക് പാല് കാച്ചൊക്കെ കഴിഞ്ഞല്ലോ. ഇനിയിപ്പം നമ്മൾ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുവാണ്. അതാണ്ട് ഇതിനകത്തും ഉണ്ട് കുറെ ഐറ്റംസ്. ഇത് നമ്മള് ഈ തവിയൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രേ ആണ് കേട്ടോ. അതാണ്ടതാ ഇങ്ങനെ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യാം. ഇതിനകത്ത് എന്തൊക്കെ ഉള്ള ഇതെന്തുവാ? ഇത് ചൂടുള്ള തട പിടിക്കുന്നത് ഇല്ലേ? ഇതിനകത്ത് പിടിക്കാൻ പറ്റുമോ? പിടിക്കാൻ പറ്റുമോ? ഓക്കെ. പിടിക്കാൻ പറ്റും. പൊള്ളത്തില്ല. അപ്പൊ അങ്ങനെയുള്ള 2 ഐറ്റം. ഇത് ആമസോൺ അല്ലേ?
ഇതെന്തൂടെ കുറവാണ്. ഇതൊക്കെ നീ കണ്ടില്ലായിരുന്നു. ഇതെന്തുവാ? ഇതൊക്കെ ഒരുപാട് വർഷം ഇത് ആദുവിന്റെ പുതിയ. ഇത് ആമസോൺ അല്ലേ? ഇത് ആമസോണാ. അതെന്തുവാന്നൊന്നും എനിക്ക് അറിഞ്ഞോണ്ടാ. ഇതെല്ലാം അമ്മച്ചിയുടെ. എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ എന്റെ അടുക്കളയില്, അല്ലാതെ അധികപ്പറ്റായിട്ടുള്ള ഒരു സാധനം. അപ്പൊ നമ്മളിപ്പോ ഇവർക്ക് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറയുന്നത് ഇത് ഗോതമ്പ് ദോശ വിത്ത് മുട്ട അല്ലേ? അതിനകത്ത് മുട്ട അടിച്ചിട്ടുണ്ട്, ഗോതമ്പ് ദോശയും കൂടെ. ഇത് എന്തുവാടെ, തവി വെക്കാനുള്ളതാണോ? ആ, ഇതിങ്ങനെ തവി ഇങ്ങനെ താഴെ വെക്കാതെ ഇതിനകത്ത് വെക്കാൻ വേണ്ടിട്ടുള്ള അത്രയോ. പാടി ടെസ, അഞ്ഞു പാടി. ആ, ഇതാണ്ടാ വന്നു ടെസ. മോളോ ടെസ അവിടെ ഇരുന്നോ, അവിടെ ഇരുന്ന് കളിച്ചോ കേട്ടോ. ഇത് നമ്മുടെ എന്താണ്, വിൻഡോയുടെ നമ്മളിങ്ങനെ താണ്ടി ഇങ്ങനെ പൊക്കുകയും താത്തിയും ചെയ്യുന്ന കർട്ടനായിട്ടേക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മള് പൊക്കി വെച്ചേക്കുക. താണ്ടതാ പൊക്കി വെച്ചേക്കുക. ഓക്കെ. പിന്നെ താണ്ടതാ ഇവിടെ ഒരു വിൻഡോ ഉണ്ടായിരുന്നു, ആ വിൻഡോയും കൂടി ഇങ്ങനെ കവർ ചെയ്ത് കബോർഡുകളെല്ലാം നമ്മൾ അലൂമിനിയം ഫാബ്രിക്കേഷനിലൂടെ എല്ലാം ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ഇതിനകത്തെല്ലാം ഓരോന്നൊക്കെ പറക്കി വെച്ച് വരുന്നതേ ഉള്ളു. താണ്ട 2, 3, ഇത് 3ാമത്തെ ഡോർ ഇങ്ങോട്ട്. മേളിലും അതേപോലെ തന്നെ. മേളില് ഈ ഡിസൈനിലാണ് ചെയ്തേക്കുന്നതേ ഉള്ളു. സെയിം സംഭവം തന്നെ കേട്ടോ. വേറെ എന്തെങ്കിലും ഉണ്ടോ അവിടെ സ്പെഷ്യലായിട്ട്? ഈ താഴെയുള്ള കബോർഡ് വേറെ ഒന്നും വെച്ചിട്ടില്ലല്ലോ. വേറെ ഏതാണ്ടൊക്കെ സ്പെഷ്യൽ ചെയ്തിട്ടുണ്ട്. ഇത് പാത്രം വെക്കാനായിട്ടുള്ളത്. പാത്രം വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്ത്. ഇതിന്റെ താഴെ എന്തുവാ? താഴെ ഇങ്ങനെയുള്ള ഇത് ട്രേ. ഓക്കെ. പിന്നെ ഇതൊക്കെ ഇവിടെ ഒന്നുമില്ല, ഇതിന്റെ അടിയിലൊന്നും ഇല്ല. സിങ്കിന്റെ ഇത് ഗ്രാനൈറ്റ് ആയിട്ട് ഇട്ടേക്കുന്നത്. നമ്മള് വൈറ്റ് കളർ ആദ്യം നോക്കിയായിരുന്നു. വൈറ്റ് കളർ ടൈൽസ് ഇതേപോലെ ഗ്രാനൈറ്റ് പോലെ ലാസ്റ്റ് ചെയ്യത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവസാനം ഇതിലോട്ട് ഉറപ്പിച്ചതാണ്. ഇതിന്റെ അടിയിലൊക്കെ പാത്രം കേട്ടോ. പിന്നെ താണ്ടി ഇത് ഇവിടെ നിന്നാണല്ലോ പാചകം ചെയ്യുന്നത് അല്ലേ? അപ്പൊ അവിടെ നിന്ന് എടുക്കാൻ പാകത്തിന് ട്രയാങ്കിൾ ഷേപ്പില് തുറന്നു കാണിച്ചേ. എന്റെ കയ്യെത്തുന്ന സ്ഥലത്ത് തന്നെ എല്ലാം വേണം. ട്രയാങ്കിൾ ഷേപ്പ് എന്ന് വെച്ചാൽ സിങ്കും അടുപ്പും ഫ്രിഡ്ജും അതൊരു ട്രയാങ്കിൾ ഷേപ്പിൽ വേണം. ഇത് ഉപ്പ്, മുളക്, എല്ലാ സാധനം. ഈ പാട്ടുകളെല്ലാം ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണ്. മീഷോയോ? ഓക്കെ. അപ്പൊ ഇതൊന്ന് അടച്ച ഇത് അടച്ച് പാചകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് എല്ലാം ഇവിടെ വെക്കും. പിന്നെ ഇവിടെ ഗ്യാസ് കുറ്റിയല്ലേ? ഇവിടെ ഒന്നുമില്ല, ഗ്യാസ് ഇത് മാത്രം. ഇതെന്തുവാ? ഒന്നും വെച്ചിട്ടില്ല. ഇവിടെ ഒന്നും വെച്ചിട്ടില്ലല്ലോ. ഇവിടെ ഒന്നും വെച്ചിട്ടില്ല, ഇവിടെ വെച്ചിട്ടില്ല. ഇതുണ്ട് കേട്ടോ. ഇത് ഈ സവാളയും കിഴങ്ങും ഒക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള ട്രേ ആണ്. ഇതിനകത്ത് നമ്മൾ ഉള്ളി ഇട്ടിട്ടുണ്ട്. ഇത് രണ്ടും ഇതല്ലേ ഉള്ളു. പിന്നെ നമ്മൾ എക്സ്ട്രാ ചെയ്യിച്ചെന്ന് പറയുന്നത് ഇത് ആമസോൺ അല്ലേ? കത്തി പിച്ചാത്തി. ഇത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാ. ഓവൻ നമ്മൾ ചെറുത് കൊടുത്തിട്ട് ഇച്ചിരി വലിയ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ഗ്രില്ലിങ്ങും കൂടെ പറ്റുന്നത്. ആദ്യം ചെറുത് വാങ്ങിച്ചപ്പോ ഞാൻ ശിശുവായിരുന്നു. ഇതൊക്കെ ആമസോൺ ആണോ മീഷോ ആണോ? ഇത് മീഷോ ആണ്. ആമസോണിൽ ഇത്തിരി റേറ്റ് കൂടുതലായിരുന്നു. ഇത് ആമസോൺ അല്ലേ? ഇത് ആമസോൺ കേട്ടോ. എന്താടി വേറൊരു സംഭവം. ഇത് എന്റെ അടുക്കളയിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഇത് നമ്മൾ പറഞ്ഞു ചെയ്യിച്ചതാ. ഇത് ഞാൻ വരച്ചു കൊടുത്ത എന്റെ ഫുൾ ഐഡിയ. തുറന്ന് അതാണ്ട് ഇതിനകത്ത് പൊടികളും ഐറ്റംസും ഒക്കെ വെക്കുന്ന ഒരു ട്രേ പോലെ ഉണ്ടാക്കി. മാഗി, ഇത് പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി എല്ലാം പൊട്ടിച്ച്. ഈ അടപ്പും ആമസോണാണ്. എയർ ടൈറ്റ് ആയിട്ട് പൊട്ടിച്ച സംഭവങ്ങളെല്ലാം എയർ ടൈറ്റ് ആയിട്ട്. ഓക്കെ, നടച്ചേ. അപ്പൊ അങ്ങനെ അവിടെ ഒരു കബോർഡ് ഉണ്ടെന്നുള്ള അറിയത്തില്ല. പിന്നെ അതിന്റെ അപ്പുറത്ത് ഫ്രിഡ്ജ് വെച്ച്. ഇത്രേ ഉള്ളു കേട്ടോ. നമ്മള് ചെറിയ രീതിയിൽ ചെയ്തതേ ഉള്ളു. നേരത്തെ പഴയ അടുക്കളയായിരുന്നു, അതാണ്ട് ഇങ്ങനെ ഒന്ന് സെറ്റ് ആക്കിയെന്നേ ഉള്ളു. ആ ദിവസം പുതിയ ഡാൻസ് സ്റ്റെപ്പ് ഒക്കെ പഠിച്ചേക്കും. ഒന്ന് കാണിക്കുവോ? ഡാൻസ് കളിച്ച് കാണിച്ചോളൂ. സ്റ്റെപ്പ് ഒക്കെ കാണിട്ട് സ്കൂളിൽ നിന്ന് പഠിച്ചേ. അയാള് ക്രിസ്മസിന് അയാള് ഡേ കെയറിൽ പോകുന്നുണ്ട്. ജിംഗിൾ ബെൽസ്, ജിംഗിൾ ബെൽസ്. ക്രിസ്മസിന്റെ സെലിബ്രേഷന് വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ നടത്തും. ജിംഗിൾ ബെൽസ്. ഉടുപ്പൊക്കാതെ. ഞങ്ങളെ ക്രിസ്മസ് സെലിബ്രേഷൻ. അയ്യോ, ഷൂസ് ആമസോൺ അല്ലയോ? ഈ ആമസോൺ മൊത്തം ഇവിടെ വാങ്ങിച്ചു വെച്ചിട്ട് ഇവിടെ നിന്ന് എല്ലാവർക്കും ദോശയായി. ഒരു ദോശയായി. കഷ്ടോടെ ദോശ നോക്കി ദോ വന്ന് നിൽക്കുന്നേ. ഇതാണ് നമ്മളെ. ഓക്കെ, ഒരു ദോശയായോ?
ഓ ഇങ്ങനെ പുറയിൽ ആരാന്ന് നോക്കുക ആ കാർ നോക്ക വന്നേ. അവിടെ ഇരുന്ന മോളെ അവിടെ ഇരുന്ന മോളെ നോക്കി വരുന്നേ അടി. ഇവിടെ വന്നിരി ഇവിടെ വന്നിരി. ജിംഗിൾ ബെൽസ്. അങ്ങോട്ട് ഇവിടെ ചൂടാ. ജിംഗിൾ ബെൽസ്. പിന്നെ നേരത്തെ ഇവിടെ നമ്മളിവിടെ മൊത്തം ടൈൽസ് ഇട്ട് വാൾ ടൈൽസ് ഇട്ട് താഴത്തെ ടൈൽസ് മാറി. പണ്ട് നമ്മളെ പുകയടുപ്പുള്ള കാലത്തെ ആയിരുന്നാണ്ട് ഇങ്ങനെ പോട്ട് ഇത് ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ വരുത്താനായിട്ട് ഞാൻ പറഞ്ഞു. പണി കഴിഞ്ഞെങ്കിലും താണ്ട ഇവിടെ ഒന്നും ഓക്കെ ആക്കിയിട്ടില്ല. ഇവിടെ എല്ലാം താണ്ട അലങ്കോലമായിട്ട് വാരിയിട്ടേക്കുവാണ്. കാലിൽ കൊള്ളുന്ന സാധനങ്ങളൊക്കെ ഒരുപാട് അവിടെ ഇവിടെ എല്ലാം കിടപ്പുണ്ട് കേട്ടാ. അതുകൊണ്ടിട്ട് ഇവരെല്ലാരെയും നമ്മളപ്പുറത്ത് നിർത്തിയേക്കുവാണ്. എന്താടാ പാപ്പ കൊണ്ടുവരും പാപ്പ കൊണ്ടുവരും കേട്ടാ. രസഞ്ഞു പാടി എന്തിനാ അവിടെ പോയി പിണങ്ങിയിരിക്കുന്നേ? ഇവിടെ മാത്രമല്ല നമ്മുടെ വീടിന്റെ ഫ്രണ്ട് സൈഡില്ലേ ഗേറ്റിന്റെ അവിടെയൊക്കെ ഈ എന്താണ് അലൂമിനിയം ഫാബ്രിക്കേഷന്റെ ഓരോരോ ഐറ്റംസ് കിടക്കുവാണ്. കല്ലു തരാം അവർക്ക് വിശക്കുന്നു. മഴ നനഞ്ഞ എല്ലാം നിൽക്കുവോ അതോ കല്ലുമൊക്കെ പോയി എങ്ങാണ്ട് കിടന്ന് ഉരുണ്ടിട്ടുണ്ട്. സൂക്ഷിച്ചോ മാത്രം സൈഡിൽ കൂടെ വന്ന കാത്തു ഇങ്ങനെ പിള്ളേർക്ക് മാത്രമേ തരത്തുള്ളൂ കേട്ടോ. ഈ കൂട്ടത്തിൽ കിട്ടാതെ പിടുത്തം പിടിച്ചു കേട്ടോ. കാത്തുവിന് കിട്ടിയില്ലല്ലോ. കാത്തു കമിച്ചേ റൗണ്ട് അടിച്ച് നീ എന്താ ചുമ്മാ ഒന്ന് വാങ്ങിക്കുന്ന എന്തിനാ? വഴക്കണല്ലേ തട്ടിപ്പറിക്കും. എന്റെ കയ്യിലെങ്ങാണോ നിന്റെ ഒക്കെ പള്ളു കൊണ്ടോ നിന്നെ ഇടിക്കാൻ ശരിയോ കേട്ടാ. ചെറിയ ഡീസന്റ് ആയിട്ട് എടുക്കുന്നുണ്ട് അവിടെ. ചെറിയ അവിടെ നനങ്ങിയിട്ടില്ല ചെറിയേ. കല്ലു സൂപ്പ് ഇരുന്ന് തുടങ്ങിയാണ്ടോ. മാത്രമേ എടുക്കാവുള്ളൂ. എല്ലാരും കൂടെ തട്ടണ്ട. ഡേറ്റ് വേണം മാറിയിച്ച് ലാസ്റ്റ് കല്ലു കഴിഞ്ഞു കാടണ്ട. കാത്തു പോ. ട്യൂണ അങ്ങനെ ഡീസന്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ വലിയൊരു പീസ് രസം നോക്കിയില്ലേ. അതെന്തുവാ കിയോ വല്യോ കേട്ടെ ഒരുപാട് നാളായല്ലോ. കാത്തു ഹാപ്പി ഡീസന്റ് ആണല്ലോ. കാത്തു ചെറിയുടെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് നടക്കുന്നത് കേട്ടോ. ഡീസന്റ് ആയിട്ട് കഴിയാ. അങ്ങനെ കഴിയും. കാത്തു നോക്കിയേ കാത്തു കല്ലു. അത് ഡാൻസ് കളിക്കുന്ന പേര് മാറി കേട്ടോ. അത് കല്ലുവാണ്. അല്ല അത് പനിയൊക്കെ പിടിച്ച് കിളിയൊക്കെ പോയിരിക്കുന്നുണ്ട്. കാത്തൂനെ ഒന്ന് നോക്കണേ. ചെറിയുടെ അപ്പുറത്തും ഇപ്പുറത്തും വന്ന് അവള് വാ കാണിക്കുന്നുണ്ട് കേട്ടെ. പ്രായം അനുസരിച്ചാ. രസം കഴിഞ്ഞിട്ടാരാ ചെറി കഴിഞ്ഞിട്ട് ടൂണ കഴിഞ്ഞിട്ടാരാ ഹാപ്പി കഴിഞ്ഞിട്ടാരാ കല്ലു. അവള് ഡാൻസ് കളിച്ചു. കല്ലു ഏത് സമയത്താ ഡാൻസ് പഠിക്കാൻ തോന്നി? നീ ഡാൻസ് കളിച്ചോണ്ട് നിനക്ക് എക്സ്ട്രാ പറഞ്ഞു കേട്ടാ. എന്തെങ്കിലും വിക്രികൾ കാണിക്കാന്നുണ്ടെങ്കിൽ എക്സ്ട്രാ തരും. ചെറിയ മാമ എന്റെ വിക്രി മലയാളി കാറ്റല കെട്ടിയ മലയാളി പെണ്ണാണ്. കാല് വയ്യാക്കിൽ ഡാൻസ് കളിച്ച പ്രോത്സാഹന മനെന്നാ കൊച്ചിനെ. അവളും ഡാൻസ് കളിക്കാവുന്ന കേട്ടോ. അത് അവിടെ തെന്നിയൊക്കെ കിടക്കും. ഇന്നാണെങ്കിൽ രാവിലെ തുടങ്ങിയ മഴയാ. മഴ അല്ലെങ്കിൽ നമ്മൾ ഇച്ചിരി നേരത്തെ വീഡിയോ എടുത്തേനെ കേട്ടാ. ഇങ്ങനെ വന്ന് ഇരുട്ടത്തായി പോയത്. എന്തു മഴ ഇത്? ഇതെന്തുവാ ഇത്? ഏട്ടാ ശ്രദ്ധിക്കണേ. ലാസ്റ്റ് തീരാൻ പോവോ. എല്ലാവർക്കും കൂടെ ഇത് ഞാൻ വീതിച്ചു തരാം കേട്ടാ. എടാ ചെറിയ നീ അവിടെ നിന്ന് എണീക്കുവോ?
ആദ്യത്തെ കൊണ്ടുവന്നപ്പോ ഇരുത്തേ അവൻ. കല്ലു ഇവിടെ ഏറ്റവും കൂടുതൽ പണിയെടുത്ത കല്ലു, അതുകൊണ്ട് കല്ലു ലാസ്റ്റ് വന്ന് എക്സ്ട്രാ പീസ്. വീണ്ടും കൈകൊട്ടി കളിയാ. ആ അതിന്റെ ഇടയ്ക്ക് തലയിടിച്ച് വല്ല കാര്യം ഉണ്ടായിരുന്നു എന്റെ ടൂണെ. തീർന്ന് ഒന്നുമില്ല. അയ്യോ, നമ്മള് വീഡിയോ രാത്രി ആയിപ്പോയതാണ്. പകല് ഫുള്ള് മഴയായിരുന്നു. മഴയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വർക്ക് ഇച്ചിരി വർക്ക് ബാക്കിയുണ്ട്, കുറച്ചുകൂടെ വർക്ക് ബാക്കിയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ എല്ലാം ക്ലീൻ ആക്കി കഴിഞ്ഞാലേ നമുക്ക് സേഫ് ആയിട്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റത്തുള്ളൂ. ആണി വെളിയിൽ കിടപ്പുണ്ട്. മറ്റേ അലൂമിനിയം ഫാബ്രിക്കേഷന്റെ ചെറിയ ചെറിയ ചീളുകൾ. ഞങ്ങള് തന്നെ പിള്ളേരൊന്നും ഫ്രണ്ടിലോട്ട് ഇറങ്ങുന്നില്ല, അപ്പൊ ഇവരും ഇറങ്ങുന്നില്ല. ഇവരെയൊന്നും അങ്ങോട്ട്. എന്റെ ദൈവമേ, എന്തുവാ രസാ. പാത്രം തീർന്ന് എന്തോ ആകാശത്തോട്ട് പോയി. എന്തൊരു സൗണ്ട് കേൾക്കുന്നത്. പോയി വെള്ളം കുടിച്ച് വായും വൃത്തിയാക്കി.